കച്ചവടം വിജയിക്കാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലാണ് ഫാത്തിഹ ഓതേണ്ടത് കേട്ടോ. ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിൽ വിജയിച്ച ആളുകളെയാണ് തവസ്സുൽ ചെയ്യേണ്ടത്. കച്ചവടത്തിൽ ഏറ്റവും നന്നായി വിജയിച്ച ആൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. എന്താ രഹസ്യം എന്ന് നിങ്ങൾ ഓസിക്ക് കിട്ടിയത് വേണ്ടാന്ന് വെച്ചതാണ്. നമ്മൾ ഓസിക്ക് കിട്ടിയാൽ ഓൽമെൻറ്റും തിന്നും എന്നുള്ളതാണ് പരിപാടി. എന്താ ഇല്ലാത്തതിൻ്റെ കാരണം, എന്താ നടക്കാത്തത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ടായതിൻ്റെ കാരണം ഓസിക്കാണ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട, ഞാനാണ്ട് അധ്വാനിച്ചോളാം, അതിന് പറ്റിയൊരു സ്ഥലമാണ് കാണിച്ചു തന്നാൽ മതി പറഞ്ഞു. അങ്ങനെയാണ് കച്ചവടം ചെയ്തതാണ്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. BPL കാർഡിന് എന്തിനാണ് അപേക്ഷ കൊടുക്കണതെന്ന്. മുതലാളിയാകാനല്ലേ അപേക്ഷിക്കേണ്ടത്, ദരിദ്രനാവാൻ അപേക്ഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരാൾ നമ്മളോട് പറയണം അന്നെ ഞാൻ പൈസക്കാരെ ലിസ്റ്റിൽ പെടുത്തി തരാമെന്ന് പറഞ്ഞാൽ ഒരു അപേക്ഷ കൊടുത്ത് നോക്കാം. അന്നെ ഞാൻ സാധുക്കളുടെ ലിസ്റ്റിൽ പെടുത്തി തരാം എന്ന് പറഞ്ഞതിന് അപേക്ഷ കൊടുക്കുന്നതാണ് നമ്മളെ പരാജയത്തിൻ്റെ കാരണം. ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ ഫക്കീറാവാൻ ആഗ്രഹിക്കുന്നു എന്ന രഹസ്യമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല. ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ ഫക്കീറായി തുടരാൻ അവൻ ആഗ്രഹിക്കുന്നു എന്ന രഹസ്യമുണ്ട്. 25,000 തെണ്ടാൻ പോയി, സക്കാത്ത് വാങ്ങാൻ പോയി. അങ്ങനെ കുറച്ച് പൈസയൊക്കെ കിട്ടി. അങ്ങനെ ആ പൈസയായിട്ട് ഇങ്ങനെ വന്നിട്ട് കക്കൂസ് കയറിങ്ങാണ്ട് വായിലടച്ചിട്ട് എണ്ണി നോക്കി. എന്നിട്ട് അതിങ്ങനെ കീശയ്ക്ക് വെക്കുമ്പോൾ മനസ്സിലിങ്ങനെ വിചാരിച്ചു, പഠിച്ചോനെ ഈ കൊല്ലത്തെ 25,000 ചൂടുമായി കൊറോണയായിട്ട് ഫുള്ള് നക്കിപ്പോയി. അടുത്ത കൊല്ലത്തെ 25,000 കുറച്ചും കൂടി തോന സക്കാത്ത് തരണേ അല്ലാന്ന് ആഗ്രഹിച്ച എന്താ അതിൻ്റെ അർത്ഥം? അടുത്ത കൊല്ലം 25,000 ഇന്നെ തെണ്ടിയാക്കണേ. എന്താ ഓന് നേരെ തിരിച്ചൊന്ന് ആഗ്രഹിച്ചൂടെ? പടച്ചോനെ ഈ കൊല്ലത്തെ 25,000 സക്കാത്ത് വാങ്ങേണ്ടി വന്നു, അടുത്ത കൊല്ലത്തെ 25,000 സക്കാത്ത് കൊടുക്കാനുള്ള ഒരവസ്ഥ എനിക്ക് തരണേ എന്ന് തോർന്നാൽ ആടാ ജൈനാത്രൊക്കെ ആയോന്ന് അള്ളാഹു ചോദിക്കുമോ? ചോദിക്കൂലല്ലോ. നമ്മുടെ മനസ്സാണ് നമ്മളെ ഫക്കീറാക്കണ കാരണം, വേറൊന്നുമല്ല. വലുതായി ചിന്തിക്കണം, അപ്പോഴേ വലുതാവുള്ളൂ. ചെറുതായി ചിന്തിച്ചാൽ ചെറുതായി കൊണ്ടിരിക്കും. അപ്പോൾ ദരിദ്രനാകുന്നതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു രഹസ്യമുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ലോകം കണ്ട ഏറ്റവും വലിയ സമ്പന്നനായി മാറിയതിൻ്റെ പിന്നിലെ രഹസ്യം ഓസിക്ക് വേണ്ട, ഞാൻ അധ്വാനിച്ച് ജീവിച്ചോളാം എന്ന് തീരുമാനിച്ചതാണ് എന്ന് കാണാം. ഞാൻ അവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് വന്നാൽ കച്ചവടക്കാർ വേറെയുണ്ട്. കച്ചവടക്കാർ ഇഷ്ടം പോലല്ലേ. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ്. 25-ാമത്തെ വയസ്സിലാണ് ആദ്യം കച്ചവടം ചെയ്യുന്നത്. 25 വയസ്സ് വരെ നാട്ടിൽ ഉമ്മാൻ്റെ കൂടെ പഠിച്ചു. വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. 25-ാമത്തെ വയസ്സിൽ ഇൽമു പഠിക്കാൻ വേണ്ടി നാട് വിട്ടു, കൂടെ കച്ചവടം ചെയ്തു. ആദ്യം ചെയ്ത കച്ചവടം വെള്ളക്കച്ചവടമാണ്. തണ്ണിമത്തൻ റോഡ് സൈഡിൽ നിന്ന് എൻ്റെ വക പറഞ്ഞാണ്. ആദ്യം ചെയ്തത് വെള്ളക്കച്ചവടമാണ് ആരംഭിച്ചത്. അങ്ങനെയാണ് കച്ചവടം ചെയ്തിട്ടാണ് വലുതായി എവിടേക്കെത്തി. 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. 470 ഹിജ്റ 470. ഇന്ന് ഹിജ്റ 1500 ഏകദേശം അടുത്താണ്. അപ്പോൾ 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. എന്താ കച്ചവടം എന്നറിയങ്ങൾ? 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹിയുദ്ദീൻ ഷെയ്ഖിന് സ്വന്തമായി കപ്പലുണ്ടായിരുന്നു. ആ കപ്പലിൻ്റെ സ്ഥാനത്ത് ഇന്ന് ഹെലികോപ്റ്ററാണ്. കേരളത്തിലാകെ സ്വന്തം ഹെലികോപ്റ്റർ ഉള്ളത് 4 ആൾക്കാർക്കാണ്. 1000 കൊല്ലം കഴിഞ്ഞു. 1000 വർഷങ്ങൾക്ക് മുമ്പ് മുഹിയുദ്ദീൻ ഷെയ്ഖിന് സ്വന്തമായിട്ട് കപ്പലുണ്ട്. മുഹിയുദ്ദീൻ മാലയിൽ പറയണ്ടല്ലോ, ഒരിക്കൊരാൾ വന്നിട്ട് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളെ കപ്പൽ കൊള്ളക്കാർ കൊണ്ടുപോയിട്ടുണ്ട് പറഞ്ഞു. അതിൽ മൂപ്പർ പറഞ്ഞു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ആൾ വന്നിട്ട് പറഞ്ഞു, അത് നിങ്ങളെ കപ്പലല്ല വേറെ ആരതോ ആണ് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാ എന്ന്. ഞാൻ അതെന്തിനാ പറഞ്ഞതെന്ന് അറിയോ? കപ്പലുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് പറഞ്ഞതാണ്. 1000 കൊല്ലം മുമ്പ് മുഹിയുദ്ദീൻ നമ്മളെ കച്ചവടക്കാരുള്ളൂ എന്നാണ്. ഒരു കച്ചവടക്കാരന് കുത്തുബും ഗൗസുമാവാൻ കഴിയും എന്നതിൻ്റെ തെളിവാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. കച്ചവടക്കാരനാണ്. അതന്നെ നമ്മളെ പഴയ കാലത്തൊക്കെ വയല് പറഞ്ഞിരുന്ന ഒരാളുണ്ടായിരുന്നു, ഷുജായി മൊയ്തു മൗലവി പറഞ്ഞ ഒരാൾ. വയല് പറയും, പാട്ടൊക്കെ പാടിയിട്ട് വയല് പറയും. പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോരക്കട്ട, പിന്നിന്ന് കാട്ടം ചുമന്നു ഒരു കൊട്ട. ഷുജായിയുടെ പാട്ടാണ്. മാറുന്നു മാസങ്ങൾ കൊല്ലങ്ങളാഴ്ച, ഗടികൾ കണക്കേ നിൻ ആയുസ്സിൻ തീർച്ച. ഷുജായിയുടെ പാട്ടാണ്. അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് വയല് പറയും. അങ്ങനെ മൂപ്പര് ഉംറക്കും ഹജ്ജിനും പോയി മക്കത്തേക്ക്.
അങ്ങനെ ഉംറ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞിട്ട് മദീനയിൽ സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് റൗള ഷരീഫിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ദുആ പടച്ചോനെ, അള്ളാഹുവേ, എനിക്ക് ജീവിതത്തിൽ വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ എൻ്റെ ജീവിതകാലത്ത് എനിക്ക് നീ കാണിച്ചു തരണമേ അല്ലാ. മലയാളത്ത് പറഞ്ഞാൽ ഒരു മുറബ്ബിയായ ഷേഖിനെ എനിക്ക് തരണേന്ന് തോരുന്നു. ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ കാണിച്ചു തരണേന്ന് തോരുന്നു. അന്ന് രാത്രി മുസ്തഫായ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പുണ്യനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനവറുകൾ ഇതേ അഭിപ്രായം പറഞ്ഞു, എനിക്ക് ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ എൻ്റെ ഹയാത്ത് കാലത്ത് കാണിച്ചു തരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശുജായി, നിങ്ങളെ കയ്യിൽ ഒരു തസ്ബീഹ് മാലല്ലേ, അതൊരാൾ ചോദിച്ചിങ്ങാണ്ട് വരും. അപ്പം ആ തസ്ബീഹ് മാല അയാൾക്കാണ് കൊടുക്കുക. അയാൾ തന്നെയാണ് നിങ്ങളെ ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റണ ഏറ്റവും നല്ല ആൾ എന്ന് പറഞ്ഞു. നേരം വെളുത്തു. ശുജായി തസ്ബീഹ് മാല എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ഇങ്ങനെ നടന്നു ആരെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും ചോദിച്ചില്ല. അവസാനം നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയവരൊക്കെ മടങ്ങുകയാണ്. മൂപ്പര് തസ്ബീഹുമായിട്ട് കുറേ നടന്നു നോക്കി, ചോദിക്കണില്ല. ആ കീശയിലിട്ടിട്ട് മൂപ്പര് പോന്നു നാട്ടിലേക്ക്. നാട്ടിൽ വന്ന് വയല് പറയാൻ തുടങ്ങി. വയലിനൊക്കെ പോയിട്ട് ഇങ്ങനെ എവിടെയൊക്കെ വയല് കഴിഞ്ഞാൽ ഹൈദർസ്വലിയുടെ വണ്ടിക്കാണ് മൂപ്പര് പോയിന്ന്. ഹൈദർസ്വലിയുടെ വണ്ടി പറഞ്ഞാൽ ഏത് കിട്ടിയ വണ്ടിക്ക് കയറലാണ് ഹൈദർസ്വലിയുടെ വണ്ടി. എല്ലാ വണ്ടിയും മൂപ്പരതാണല്ലോ, അതിനാണ് പോവുക. അങ്ങനെ ലോറിയിലൊക്കെ ചെന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ അവിടെ ഒരു പെട്ടിക്കട ഉണ്ട്. ആ പെട്ടിക്കടയിൽ നിന്ന് ഒരു ചൂട്ട് വാങ്ങും. 25 പൈസ കൊടുത്തിട്ട് ഒരു ചൂട്ട് വാങ്ങിയിട്ട് ആ ചൂട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് അതിങ്ങനെ മിന്നിയിട്ട് പെരേക്ക് ഇങ്ങനെ പോവും. അങ്ങനെ വയലൊക്കെ തുടങ്ങി. നാട്ടിൽ വന്ന് ചൂട്ട് വാങ്ങി പെരേക്ക് പോവും, പിറ്റേന്ന് വയതിന് പോവും. അങ്ങനെ പോക്കും വരവൊക്കെ ഇങ്ങനെ തുടങ്ങി ജോറായി. ഒരു ദിവസം വയൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ മടങ്ങി വരികയാണ്. നാട്ടിൽ വന്നിറങ്ങി ചൂട്ട് വാങ്ങാൻ വേണ്ടി പെട്ടിക്കടയിൽ കയറി ചൂട്ട് വാങ്ങിയിട്ട് പൈസ കൊടുത്തപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, പൈസ വേണ്ട, എനിക്ക് നിങ്ങൾ ആ തസ്ബീഹ് മാലാണ് തന്നാൽ മതിയാറുണ്ട്. അതിൽ പറഞ്ഞു, എൻ്റെ അടുത്ത് ആകെ ഒരു തസ്ബീഹ് മാലുള്ളൂ, അത് അങ്ങനെ തരാനുള്ള എല്ലാവരും, അതങ്ങനെ ഒന്നേ ഉള്ളൂ, അത് അങ്ങനെ കൊടുക്കാൻ പറ്റിയൊരു തസ്ബീഹ് മാലല്ല. അത് പിന്നെ ജീവിതത്തിൽ വഴി കണക്കാൻ വേണ്ട ഷെയ്ഖ് ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞതാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മൂപ്പര് കൊടുത്തില്ല, അതങ്ങനെ തരാം. അതിൽ മൂപ്പര് പറഞ്ഞു, ഏതേലും തസ്ബീഹ് മാലല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, ആ മദീനത്തുനിന്ന് നബി തങ്ങൾ തരാൻ പറഞ്ഞൊരു തസ്ബീഹ് മാലല്ലേ, അതിട് തരീന്നാ പറഞ്ഞത് പറഞ്ഞു. കച്ചവടക്കാർ മോശക്കാരൊന്നുമല്ല, അങ്ങനത്തെ കച്ചവടക്കാരും ഉണ്ട്. നമ്മളെ കച്ചവടമാകുമ്പോൾ കുറച്ചൊക്കെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഉണ്ടാവും. 2 കൂട്ടർക്കാർക്കാണ് അങ്ങനെ ഒരു തോന്നലുള്ളത്. ഒന്ന് രാഷ്ട്രീയക്കാർക്കും വേറൊന്ന് കച്ചവടക്കാർക്കും. കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒന്ന് അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യിന വസ്സുദ്ദീഖീൻ ഹബീബുനാ റസൂലുള്ളാഹി. അത്താജിറു സദൂഖുൽ അമീനു, സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ, മഅൻ നബിയ്യിന, അമ്പിയാക്കളോടൊപ്പവും, വസ്സുദ്ദീഖീന, സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അനുയായികളാകുന്ന സ്വഹാബത്തിൻ്റെയും ഒപ്പം സ്വർഗത്തിലാണ്. അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യിന വസ്സുദ്ദീഖീൻ. പക്ഷെ 2 നിബന്ധനയുണ്ട് കച്ചവടത്തിന്. 1 വിശ്വസ്തത, 2 സത്യസന്ധത.